പടച്ചോനെ, ഫുഡ് ഇൻസ്പെക്ടർ ആണല്ലോ വരുന്നത്. എടാ റഷീദേ, ആ പഴയ ഭക്ഷണമൊക്കെ എടുത്ത് മാറ്റിക്കോ, ഫുഡ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർ വരുന്നതിന് പഴയ ഭക്ഷണം എന്തിനാ മാറ്റുന്നത്? അല്ല സുഹേറെ, ഈ ഭക്ഷണം കഴിച്ചോ? ചെറുതായിട്ടൊന്ന് കഴിച്ചതാ. എന്നാലും നമ്മളൊന്ന് വലുതായിട്ട് കഴിച്ചിട്ട് വരാം. വരണം സാർ, വരണം. ഇവിടെ പഴയതൊന്നുമില്ല. അല്ല, ഈ പായ്ക്കോല എപ്പാണ് തൂക്കിയത്? അത് മിനിഞ്ഞാന്ന് വൈകിട്ട് തൂക്കിയതാ. അപ്പൊ 2 ദിവസത്തെ പായ്ക്കോല്ലേ? സുഹേറെ, ഈ പായ്ക്കോ എടുത്ത് വണ്ടിയിലിട്ടോ. ടേസ്റ്റ് ചെയ്യാൻ നമ്മളെ മോളെടുത്ത് കൊടുത്തേക്കണം. അല്ല, ലാബിലേക്ക് കൊടുത്തേക്കണം. ടേസ്റ്റ് ചെയ്യാനാണ് ഇവിടുന്ന് തന്നെ ടേസ്റ്റ് ചെയ്താ പോരെ? ടേസ്റ്റ് ചെയ്യാനല്ലോ, ടെസ്റ്റ് ചെയ്യാനാണ്. പടച്ചോനെ, പണി പാളുന്ന മട്ട. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കുന്നതാ ബുദ്ധി. സാറേ ചായ. അല്ല, ഈ ചായപ്പൊടി ഇന്ന് വാങ്ങിയതാണ് നിങ്ങള്? അല്ല, കഴിഞ്ഞ ആഴ്ച. അത് ശരി. അപ്പൊ ഒരാഴ്ചത്തെ പഴക്കണ്ടല്ലേ? ഇപ്പൊ ശരിയായി തരാമാണ്. സാറേ, പ്രശ്നമാക്കല്ലേ. എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. ഈയാണ് ആൺകുട്ടി. അപ്പൊ നമ്മൾ വളച്ചിട്ടില്ലാണ്ട് കാര്യം പറയാം. വരുന്ന ഞായറാഴ്ച നമ്മളെ മോളെ നിക്കാണ്. ഓ, തീർച്ചയായിട്ടും വരാം. കല്യാണം വിളിക്കുന്നതിന്റെ ഓരോ രീതികളെ ഉച്ചയ്ക്കാണോ രാത്രിയാണോ? അത് ശരി, അത് എപ്പോ വേണേലും വന്നോളി. പക്ഷെങ്കില് ബിരിയാണി ഇല്ലേ, അത് നിങ്ങളെ വകയാണോ? 1500 ആക്ക്. അപ്പോ അതിന്റെ കാശ്? പൈസ ഒന്നും വേണ്ടവനെ, അതൊക്കെ സ്നേഹത്തിന്റെ പുറത്താണ്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. വിജിലൻസിൽ വിളിച്ച് ഇപ്പൊ തന്നെ അറിയിക്കണം. ഇനി ഇതുപോലെ പാവങ്ങളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കരുത്. ആഹാ. ഹലോ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഓഫീസല്ലേ? ഓഹോ, അപ്പൊ നിങ്ങളാണ് അവിടെ കല്യാണത്തിന് ബിരിയാണി ഉണ്ടാക്കുന്നതല്ലേ? എന്റെ മോളെയാ അങ്ങേരുടെ മോൻ കിട്ടുന്നത്. ഏതായാലും വിളിച്ചത് നന്നായി. നിങ്ങൾ തന്നെ എന്റെ വീട്ടിലും ബിരിയാണി വെച്ചാ മതി. അധികമൊന്നുമില്ല, ഒരു 2000 പേർക്ക്.